ദേവാ പുറത്തൊരു മലയാളി നീക്കിരോ കുക്കിന്റെ പണി വേണമെന്ന് ആവശ്യപ്പെട്ട് വന്നിരിക്കുന്നു. ഇല്ല എന്ന് പറഞ്ഞിട്ട് അയാൾ പോകുന്നില്ല. എനിക്ക് ദേവനെ കാണണമെന്ന്, പാചകത്തിൽ അയാൾ ഒരു നരസിംഹമാണെന്ന്. സെക്രട്ടറി അയാൾ ഒരു SP ആണ്. പോലീസ് അയാളകത്തേക്ക് വിളിച്ചു വരുന്നത്, നമുക്കൊരു പണി കൊടുക്കാം. അല്ല കയറി വരാൻ പറഞ്ഞു. ഓ സർ, ഐ എം എ പറ്റി. പേരിലും രൂപത്തിനും ഞാനൊരു ഫോറിനായി തോന്നുമെങ്കിലും ഞാൻ കരുതിരുന്ന മലയാളിയാണ്. പക്ഷെ കണ്ടാൽ കരിപുരണ്ട മലയാളിയാണെന്ന് തോന്നുന്നു. No, last 10 years I was in Africa in the post of a cook. ആഫ്രിക്കയിൽ ഏത് പോസ്റ്റ് ഓഫീസിൽ എന്നാ പറഞ്ഞേ? ഛേ, പാചകത്തിൽ ഞാനൊരു നരസിംഹമാണെന്നാണ് ആഫ്രിക്കൻസ് പറയാറുള്ളത്. പിന്നെന്താ താൻ ആഫ്രിക്ക വിട്ടത്? ഇയാൾ ആഫ്രിക്ക വിട്ടതായിരിക്കില്ല സാർ, ആഫ്രിക്ക ഇയാളെ വിട്ടതായിരിക്കും. അല്ല, ഇവിടുന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവരൊക്കെ ഹോട്ടലിൽ നിന്ന് ആഹാരവും കഴിച്ച് പാഴ്സലും വാങ്ങി ഇങ്ങോട്ട് വരുന്നത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഇവിടെ ഒരു കുക്കിന്റെ പോസ്റ്റ് ഉണ്ടെന്ന്. ഔട്ട്ലുക്കിൽ എന്റെ സ്റ്റാറ്റസ് പറ്റിയ വീടായതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി. സർ, ഒരു പാചകക്കാരൻ ഇഷ്ടപ്പെടുന്ന രൂപമാണ് ഇവിടെ എല്ലാവരുടെയും. കണ്ടാൽ അറിയാൻ നല്ല തീറ്റക്കാരാണെന്ന്. സർ, നിങ്ങളെയൊക്കെ ഞാൻ തീറ്റിച്ച് കൊല്ലും. ശമ്പളം എനിക്ക് പ്രശ്നമല്ല, അത് ഡിപ്പാർട്ട്മെന്റ് തന്നോളും. ഏത് ഡിപ്പാർട്ട്മെന്റ്? ഫുഡ് ബിവറേജ് കോർപ്പറേഷൻ. വിവരമുള്ളവനാ, നിർത്താനല്ലേ. വല്ലപ്പോഴും ചായക്ക് പറയാനും അമ്മയ്ക്ക് പറയാനും ഒരാളായല്ലോ. അച്ഛനും പറയാം. അച്ഛാ, നന്ദി, താങ്ക്സ്, ശുക്രിയ. എന്നാ കൈനീട്ടം കൊടുത്ത് അകത്തേക്ക് കയറ്റിവിട്. താങ്ക് യു സർ. ഇവിടുന്നാണോ കൈനീട്ടം? ഇവിടുന്നാണോ? ഐശ്വര്യമായിട്ട് തന്നോളൂ. കുരിച്ചീർത്ത് കൈനീട്ടി ഇരിക്കുന്നതിനാണോ കൈനീട്ടം എന്ന് പറയുന്നത്? അല്ല, ഒരു പാചകക്കാരൻ വീട്ടുകാരനെ തിരിച്ചടിക്കുമോ എന്നറിയാനുള്ള ടെസ്റ്റിംഗ്. നടയടി. ഇവിടെ നടയടി ഉണ്ടെന്നൊരു ക്ലൂ തരാമായിരുന്നു. ഇതിപ്പോ നടയടി. ചായ മോശമായാൽ ഉടനടി. മനസ്സിലായല്ലോ? ചെല്ല്. ഇതൊരു നടക്ക് പോണ കേസല്ല.